സ്വന്തം മകൻ അമ്മയ്ക്ക് ശത്രുവാകുന്നു. അവനെ ചേച്ചിയുടെ ശത്രുവാക്കുന്നത് അവൾ ഒറ്റ ഒരുത്തിയാ. ദേ, ഇപ്പൊ കാഴ്ചയില്ലാത്ത അവനെ കൊണ്ട് സ്കൂട്ടർ ഓടിപ്പിച്ച് അതിന്റെ പിറകെ കയറി അവൾ ഇങ്ങനെ നടക്കുക. ഇപ്പോഴത്തെ റോഡിന്റെയൊക്കെ അവസ്ഥ ചേച്ചിക്ക് അറിയാലോ. അയ്യോ, എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാ ആർക്ക് പോയി? അവക്ക് വല്ല നഷ്ടമുണ്ടോ? അവക്കറിയില്ലല്ലോ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം. അന്ന് ആനന്ദിനെ കാണാതായപ്പോ ചേച്ചി അനുഭവിച്ച വേദനകളൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളവളല്ലേ. ഒരു അഭയാർത്ഥിയെ പോലെ കേറി വന്നവള് ഇന്ന് തൃച്ചംബരത്ത് അഖിലാണ്ടീശ്വരിയെ വെല്ലുവിളിക്കാറായി. ഞാനിതൊക്കെ ചേച്ചിയോട് വന്ന് പറയുന്നത് ശിവരാമേട്ടന് ഇഷ്ടമല്ല. ഞാൻ പരദൂഷണക്കാരിയാണെന്നാ കരുതിയിരിക്കുന്നെ. ചേച്ചി പറയും, ഞാൻ എന്തെങ്കിലും പരദൂഷണം ചേച്ചിയോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന് ചേച്ചിക്ക് ഓരോരോ അനുഭവം വെച്ച് നോക്കുമ്പോ മനസ്സിലാവും. മകന്റെ നഷ്ടപ്പെട്ടു പോയ കാഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടി ചേച്ചി ഇവിടെ ലോകത്തുള്ള സകല ഡോക്ടർമാരെയും വിളിച്ചു വരുത്തിക്കൊണ്ടിരിക്കുക. അതിനിടയില കണ്ണില്ലാത്തവനെ കൊണ്ടുപോയി അവൾ അഭ്യാസ പ്രകടനം നടത്തുന്നേ. ഈശ്വരാ, പെറ്റമ്മയ്ക്ക് സഹിക്കാൻ പറ്റൂ ഇതൊക്കെ? ഇതൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ. ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ചേച്ചിക്കും ബോധ്യമായല്ലോ. ഇതിനെയാ ശിവരാമേട്ടൻ പരദൂഷണമായിട്ട് കാണുന്നത്. നമ്മൾ പറഞ്ഞത് അങ്ങോട്ട് ദയിച്ചില്ല. കണ്ടാലറിയാത്തവനെ കൊണ്ടാ പഠിച്ചോളൂ. നീ ഉരുകി ഉരുകി തീരാൻ പോവാകില്ല. ഉരുക്കം ഞാൻ. ഇപ്പൊ നീ കിടക്കുന്നത് എന്റെ ആലയിലെ ഉലയില. അതിലെ കനല് ഞാൻ ഊതി കത്തിച്ചോണ്ടേയിരിക്കും. എന്താ? എന്ത് വേണം? എനിക്ക് SI സാറിനെ ഒന്ന് കാണണം. നിങ്ങളൊന്ന് പുറത്തോട്ടേക്ക്. നിങ്ങൾ വെച്ച് സർ, സാറിനെ കാണാൻ വന്നതാ. തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ, തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണ, കൃഷ്ണ. എന്താ? എന്തു വേണം? സർ, ഞാൻ കല്യാണിയെ തിരക്കി വന്നതാ. കല്യാണിയോ? അതാരാ? സർ, നിങ്ങൾ അല്പം മുമ്പ് സൗന്ദര്യ ബ്യൂട്ടി ക്ലിനിക്കിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോന്ന കല്യാണിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തൊക്കെയാ മിസ്റ്റർ പറയുന്നത്? സൗന്ദര്യ ബ്യൂട്ടി ക്ലിനിക്കിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന കല്യാണിയോ? ഇവിടെ അങ്ങനെ ആരെയും പിടിച്ചുകൊണ്ട് വന്നിട്ടില്ല. എന്റെ വൈഫ് സൗന്ദര്യ ബ്യൂട്ടി ക്ലിനിക്കിൽ കോസ്മെറ്റിക് ഐറ്റംസ് കൊടുക്കാൻ ചെന്നതാ. അവിടെ നിന്ന് ഒരു കാരണം കൂടാതെ നിങ്ങൾ അവൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അവിടെ കൂടി നിന്നവരിൽ നിന്ന് ഞാൻ വ്യക്തമായി അറിഞ്ഞു. എനിക്ക് എന്റെ വൈഫിനെ വിട്ടുകിട്ടണം. ഞാൻ അതിനാ വന്നത്. ഏയ്, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. അങ്ങനെ ഒരു അറസ്റ്റ് നടന്നിട്ടില്ല. സർ, എനിക്ക് എന്റെ കല്യാണിയെ വേണം.
കൃഷ്ണേട്ടന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും. എനിക്കാകെ പേടിയാവുന്നടി. എന്താ അരവിന്ദ് ഇത്? ടെൻഷൻ ആവണ്ട, റോയ്ക്കൊന്നും സംഭവിക്കില്ല. നന്ദനെ കൂടെ പോയെന്നല്ലേ കൃഷ്ണേട്ടൻ പറഞ്ഞത്? എന്നിട്ട് നന്ദനെ ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ലല്ലോ. നന്ദനെ വിളിച്ചപ്പോ നന്ദന അരവിന്ദന്റെ അടുത്തേക്ക് പോകുന്നാ പറഞ്ഞ. നീ ടെൻഷൻ അടിക്കാതെ. എനിക്ക് പേടിയാവുന്നു കൃഷ്ണേട്ടാ. അഖില, നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുകയാ. സമാധാനമായിട്ടിരിക്കുക. ആനന്ദിനൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ കൃഷ്ണേട്ടൻ വിളിച്ചിട്ട് അവൻ എന്താ കിട്ടാത്തത്? എന്താ അഖില ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അവനൊരു പക്ഷെ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരിക്കും നിൽക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ആ ചാനൽ കാണുന്ന ഒന്നും നീ വിശ്വസിക്കരുത്. അത് പണ്ടെപ്പോഴും ഷൂട്ട് ചെയ്തതാവാം. ആനന്ദ് അങ്ങനെ ഒറ്റയ്ക്ക് സ്കൂട്ടറിൽ പോകില്ല. അത്രയ്ക്ക് മണ്ടനല്ല അവൻ. അതുപോട്ടെ, നിനക്ക് ഇഷ്ടമല്ലെങ്കിലും കല്യാണി അങ്ങനെ അവനെ ഒറ്റയ്ക്ക് ഇവിടെ ഒന്നും തോന്നുന്നുണ്ടോ നിനക്ക്? കൃഷ്ണേട്ടൻ ഒന്നുകൂടെ വിളിച്ചു നോക്ക് പ്ലീസ്. ഔട്ട് ഓഫ് റേഞ്ച്. അവർ കമ്പനി തന്നെ ഉണ്ടാവും. അരവിന്ദ് നന്ദനെ അവിടെ എത്തിയാൽ ഉടനെ അവർ നമ്മളെ വിളിക്കും. ഹലോ, ഞാനിപ്പോ ബിസിയാ, ഈവനിംഗിൽ വിളിക്കും. എല്ലാം ശരിക്കും നോക്ക്. സർ, അത് ആനന്ദ് കൃഷ്ണൻ സാറോടെ വന്നിരുന്നു. അകത്തേക്ക് ഇരിക്കാൻ പറഞ്ഞപ്പോ വേണ്ട, ആർക്കൊക്കെ ഫോൺ ചെയ്യണമെന്നും എന്നോട് അകത്തേക്ക് പോവാനും പറഞ്ഞു. അല്ല, കല്യാണി വന്നിരുന്നോ? സൗന്ദര്യ ബ്യൂട്ടി ക്ലിനിക്കിലേക്ക് നമ്മുടെ പ്രോഡക്ട്സുമായിട്ട് പോയിരിക്കുക. എവിടെ ഈ സൗന്ദര്യ ബ്യൂട്ടി ക്ലിനിക്? അതിവിടെ അടുത്താണ് മാഡം. ഇവിടെ നിന്ന് ബൈപ്പാസിൽ കയറി ലെഫ്റ്റ് പോവുക. അവിടെ കായലിന്റെ നടുവിലൂടെയുള്ള റോഡിൽ നേരെ പോയാൽ ഇടത് സൈഡിലായിട്ട് കാണാം ഒരു വീട് ബ്യൂട്ടി പാർലർ ആക്കിയിരിക്കാം മാഡം. മനസ്സിലായി. ശരി ശരി. സർ, എന്തെങ്കിലും പ്രശ്നം? ഏയ്, ഒന്നുമില്ല. യു ക്യാരി ഓൺ. കല്യാണി, കല്യാണി, മോനെ, മോനെ, എന്തായാലും ഇത് നീ സ്കൂട്ടർ ഓടിക്കുന്ന കണ്ടപ്പോ ഈ അമ്മയുടെ നെഞ്ചു പൊട്ടിപ്പോയി. അറിയോ നിനക്ക്? എന്റെ മോനെ, എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എന്റെ മോനെ തെരുവ് സർക്കസിലല്ല പഠിപ്പിച്ചത്, MBA പഠിപ്പിച്ച് ഗോൾഡ് മെഡലോടെ പാസ്സാക്കിയതാ. അമ്മ, എന്താ അമ്മ ഇത്? അതിന് ബ്രോയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ. എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചിരുന്നെങ്കിലോ? തിരക്കുള്ള റോഡിലൂടെ കാഴ്ചയില്ലാതെ സ്കൂട്ടർ ഓടിച്ചു പോകുന്നതും
ന്യൂസിൽ കണ്ടപ്പോ മുതൽ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഉരുകയായിരുന്നു. അച്ഛാ, അത് ഞാൻ വേണ്ട, ഇനി അത് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? കല്യാണി, ഇനി ഒരു എക്സ്ക്യൂസും ഇല്ല. ഇനി കാഴ്ച തിരിച്ചു കിട്ടുന്നതുവരെ ആനന്ദ് സ്കൂട്ടർ ഓടിക്കാൻ പാടില്ല. അച്ഛാ, വേണ്ട, പറഞ്ഞതനുസരിച്ചാ മതി. കൃഷ്ണേട്ട, ലക്ഷ്മിയുടെ ബ്രദർ നാളെ എത്തും. ഓസ്ട്രേലിയയിലെ വലിയ ഓഫ്താൽമോളജിസ്റ്റാ. എത്രയും പെട്ടെന്ന് ചികിത്സ ആരംഭിക്കണം. അതെ, എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങണം. മോനെ, നീ ഇനി അമ്മയെ വിട്ട് എവിടെയും പോകരുത്. ഇവിടെ നിന്നാ മതി, തൃച്ചംബരത്ത്. ചികിത്സ കഴിഞ്ഞ് കാഴ്ച തിരിച്ചു കിട്ടുന്നവരെങ്കിലും നീ ഇവിടെ നിൽക്കുന്നേ മോനെ നല്ലത്. ഇപ്പോ നിന്റെ ജീവനും അത് തന്നെയാ സുരക്ഷിതത്വം. വാ മോനെ, അകത്തേക്ക് വാ. മോനെ, ഇല്ലമ്മേ, ഞാൻ തൃച്ചംബരത്തേക്കില്ല, ഔട്ട് ഹൗസിലേക്കാ പോകുന്നത്. മോനെ, ആനന്ദ്. കല്യാണി, കല്യാണി, പോവാം. നിക്ക്. ഇത്രയൊക്കെ നഷ്ടപ്പെട്ടിട്ടും അനുഭവിച്ചിട്ടും നിനക്ക് മതിയായില്ലല്ലേ? എല്ലാം നഷ്ടപ്പെട്ടില്ലല്ലോ അമ്മേ, ജീവൻ ബാക്കിയുണ്ടല്ലോ. ഞാൻ താലി കെട്ടിയ ഈ കല്യാണി എന്റെ ജീവൻ. കല്യാണി ഉള്ളിടത്തെ ഞാനും ഉണ്ടാവും. അതാ ഇനി എന്റെ സുരക്ഷയ്ക്ക് നല്ലത്. കല്യാണി വാ. കൃഷ്ണേട്ടാ, നന്ദന വാ. മേഡം കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്. എന്റെ ചേച്ചി പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്. അനിയൂട്ടാ, നീ എന്നിട്ട് അമ്മയെ കണ്ടോ? എന്തു പറഞ്ഞു? ഈശ്വര, ഇവൻ മാഡത്തിനോട് എന്തൊക്കെ പോയി പറഞ്ഞു കാണുമെന്തോ. നിന്നോട് ആരാണോ പറഞ്ഞത് എന്നെ പോലീസിൽ പിടിപ്പിച്ച അഖില മേഡം ആണെന്ന്? ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ രാത്രി അവിടെ പോയി മാഡത്തിനോട് സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? അനിയൂട്ടാ, എന്താ ഉണ്ടായത്? വലിയ കുഞ്ഞിനോട് പറയാ. നമ്മുടെ കമ്പനിയിലെ പ്രോഡക്റ്റുകൾ വിൽക്കാതിരിക്കാൻ ശ്രമിച്ചത് മേഡം അല്ലേ? അപ്പൊ ചേച്ചി പോലീസിൽ പിടിപ്പിച്ചത് മേഡം തന്നെ ആയിരിക്കില്ലേ? ഞാനത് മേഡത്തിനോട് ചോദിച്ചു. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? എന്നെ ദേഷ്യത്തിലൊന്ന് നോക്കി. ഇനിയെങ്കിലും എന്റെ ചേച്ചിയും മലിക്കിനെ ഉപദ്രവിക്കരുന്ന് കരഞ്ഞപേക്ഷിച്ചു. ഈശ്വര, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നെന്ന് ആർക്കറിയാം? ഏയ്, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പറയുന്നത് കേട്ടപ്പോ അവന് വിഷമം തോന്നി.
അവനത് പോയി അമ്മയോട് ചോദിച്ചു. അമ്മ അത് കാര്യമായിട്ട് എടുക്കില്ല. വല്യുഞ്ഞേ, ഇതങ്ങനെയല്ല. നമ്മൾ ഈ കേസില് അഖില മാഡത്തിനാണ് സംശയിക്കുന്നത് മാഡം കരുതില്ലേ? അങ്ങനെ വന്ന മാഡത്തിന്റെ വാശി കൂടുകയുള്ളൂ. കല്യാണി, ഒന്ന് ആലോചിച്ച അനിയൻകുട്ടൻ ചെയ്തത് ശരിയാ. നിഷ്കളങ്കമായ അവന്റെ മനസ്സിൽ തോന്നിയ സംശയം അവൻ അമ്മയോട് ചോദിച്ചു. അതിലൊരു തെറ്റുമില്ല. നീ കരുതുന്ന പോലെ അമ്മ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. വല്യുഞ്ഞെന്താ ഇവനെ ന്യായീകരിക്കുക? നല്ല അടിയുടെ കുറവാ ഇവന്. സാരമില്ല, പോട്ടെ. നീ അവന് ആഹാരം കൊടുക്ക. ചെല്ല അനിയൻകുട്ട. നടക്കങ്ങോട്ട് പോയി കഴിയും. ആന്റി, ചിലരൊക്കെ പ്രതികരിക്കാത്തത് പേടി കൊണ്ട് മാത്രമാവില്ല, ഒറ്റപ്പെട്ടു പോകുന്നുള്ള തോന്നലുകൊണ്ട് കൂടിയ. സ്വയം വരുത്തി വെച്ചതിന്റെ ഫലം അനുഭവിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ സ്വയം പഴിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. ആന്റി, ആന്റി പറഞ്ഞ വാക്കുകൾക്കുള്ളിൽ ഒരു നെടുവീർപ്പിന്റെ അകലമുണ്ട്. നന്ദന? അതെ ആന്റി, തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് ഒരിക്കലും ഈ അവസ്ഥ വരില്ല. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ മരുമകളായ ഈ നന്ദനയുടെ മാനവും പെരുവഴിയിൽ വെച്ച് ഇങ്ങനെ പരീക്ഷിക്കപ്പെടില്ല. അതെ ആന്റി, ഏത് കാക്കിയിട്ടവനും കൈ വിറയ്ക്കും. അതിന് കാരണം തൃച്ചംബരം എന്ന മേൽവിലാസം. എന്നാ കല്യാണിയെപ്പോലെ താലി കെട്ടിയ ഭർത്താവിന്റെ വീട്ടുകാരു പോലും അംഗീകരിക്കാത്തൊരു പെണ്ണ് കയ്യിലൊരു കഠാര കരുതും, മാനത്തിന് നേരെ കൈവെക്കുന്നവന്റെ മാറു പിളർക്കാൻ. ആന്റി, കല്യാണിക്ക് സമ്പത്തിനെ കുറവുള്ളൂ, ആത്മാഭിമാനം പണയം വെച്ചിട്ടില്ല. ഈ തൃച്ചംബരത്തിന് വേണ്ടി ആയുസ് കളഞ്ഞ ഒരാളുടെ മകളാ അവള്. ആ പാവ മനുഷ്യൻ മകളോടുള്ള വെറുപ്പ് കൊണ്ടല്ല കല്യാണിയെ ഉപേക്ഷിച്ചിട്ട് പോയത്, ആന്റിയോടുള്ള വിധേയത്വം കൊണ്ടാ. അല്ലെങ്കിൽ മകൾക്ക് താങ്ങാകേണ്ടവൻ ഇരുളിൽ തപ്പുമ്പോഴെങ്കിലും ആ മനുഷ്യൻ പറന്നെത്തുമായിരുന്നു. നീ എന്റെ... അതെ ആന്റി. ട്രാൻസ്പ്ലാന്റേഷൻ വരെ നടത്തി നോക്കി, ഫലമൊന്നും കണ്ടില്ല. അയ്യോ, എന്ന് വെച്ച് ഇതങ്ങനെ ആവണമെന്നില്ല. എന്തായാലും നമുക്ക് മാക്സിമം ശ്രമിക്കാം. ഡോക്ടർ, ഇതാണ് ഞങ്ങളുടെ മകൻ ആനന്ദ്. ആനന്ദ്, ഐ ആം ഡോക്ടർ വിശാഖ്. അറിയാം ഡോക്ടർ, ലക്ഷ്മി ആന്റിയുടെ ബ്രദർ. ആനന്ദിന്റെ കണ്ണിനെന്താ പറ്റിയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇരിക്കേ. നോക്കൂ, റൈറ്റ്. ലെഫ്റ്റ്. എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ മിസ്റ്റർ ആനന്ദിന്? ഇല്ല ഡോക്ടർ. ആനന്ദിന്റെ മുന്നിലുള്ള ഇരുളിന് എന്ത് നിറമാണ്?
ഒരു മഞ്ഞ നിറമാണോ? അല്ല, ബ്ലാക്ക്. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു പുകച്ചില് പോലെ, ഒരു നീറ്റൽ? യെസ്, കൺപോളെ അടയ്ക്കുമ്പോൾ മണ്ണ് കിടക്കുന്ന പോലെ. ഓക്കെ ഓക്കെ. ഒന്ന് ബാക്കിലേക്ക് ചാരി കിടക്ക. Open your eyes. ഇപ്പൊ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഒരു ചെറിയ നീറ്റലുണ്ട്. ഓക്കെ ഓക്കെ, അതിപ്പോ അങ്ങ് മാറിക്കോളും. ഇത് ദിവസം 3 നേരം വെച്ച് കണ്ണിലൊഴിച്ചു കൊടുക്കണം, മുടക്കാൻ പാടില്ല. അതിനുശേഷം ഒരു വിശദ പരിശോധന നടത്തണം. 1-2 സ്കാനിങ്ങിന് എഴുതുന്നുണ്ട്. ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ എന്റെ ഒരു സുഹൃത്തിന്റെ സ്കാനിങ് സെന്റർ ഉണ്ട്, അവിടെ ചെന്നാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ശരി ഡോക്ടർ. ഓക്കെ ആനന്ദ്, ഇനി പൊക്കോളൂ. ശരി ഡോക്ടർ, താങ്ക് യു. അനിങ്ങ, ഞങ്ങൾ പോയിക്കോളാം. കല്യാണി, ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, ഈ ഡ്രോപ്സേ മുടങ്ങാതെ 3 നേരം ബ്രോയുടെ കണ്ണിലൊഴിക്കണം. കേട്ടു. വെറുതെ അമ്പലത്തിൽ പോയത് കൊണ്ട് കാര്യമില്ല ആന്റി. അവിടെ പുഷ്പാഞ്ജലിയും നിവേദ്യവും വിളക്കുമാലയും കൂടാതെ നല്ല ഒന്നാന്തരം വഴിപാടുകൾ വേറെയുണ്ട്. കൂട്ടുപായസം, അതിമധുര പായസം, അറുനാഴി പായസം, പാൽ പായസം, ഇരട്ടി പായസം, ഇതൊക്കെ കഴിക്കണം. എന്നാലേ ദേവിക്ക് തൃപ്തി വരൂ. ദേവിക്കല്ല, ഈ ജയന്തി മൂദേവിക്ക്. അയ്യോ, ഞാൻ ആന്റി അറിയാതെ ഇത് മൊത്തം നേർന്നു കഴിഞ്ഞു. അയ്യോ, ഗണപതിക്ക് ഉണ്ണിയപ്പം നേരാൻ മറന്നുപോയി. എന്ത് വഴിപാട് വേണമെങ്കിലും കഴിപ്പിക്കാം, അവന്റെ കണ്ണിൽ ഒരിക്കലും കാഴ്ച കിട്ടാതിരുന്നാ മതി. ആനന്ദേട്ടന് ഈ ജന്മത്ത് കാഴ്ച കിട്ടൂല ആന്റി. വടിയും കുത്തിപ്പിടിച്ച് നടക്കാനാണ് ആനന്ദേട്ടന്റെ വിധി. നോക്കിക്കോ. ഗാന്ധാരിയുടെ വിധിയാ കല്യാണിക്കെന്ന് പറയും. അവളുടെ അഹങ്കാരത്തിന് ദൈവം കൊടുത്ത ശിക്ഷയായത്. ഇതൊക്കെ ഈ തൃച്ചംബരത്തെ പഴയ കാരണവന്മാരുടെ ശാപമായിരിക്കും. മരിച്ചവർക്ക് എന്തെങ്കിലും പ്രതികാരം ബാക്കിയുണ്ടെങ്കിലേ അവരുടെ ആത്മാവ് വവ്വാലിനെ പോലെ രാത്രികാലങ്ങളിൽ പറന്ന് നടക്കുമെന്നും തലകീഴായി തൂങ്ങിക്കിടക്കുമെന്നും എന്റെ അപ്പൂപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വവ്വാലുകൾക്കുള്ള കാഴ്ചശക്തി പോലും അവനില്ലല്ലോ. ഇനി തല കീഴായി കിടന്നാടാൻ പോകുന്നത്
തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാ. നീ വാ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അമ്മയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നീ ആ പൂജ എന്തെങ്കിലുമൊക്കെ ചെയ്യാ, അത്രേ ഉള്ളൂ. എന്താ അരവിന്ദ് ഈ പറയുന്നത്? ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണോ നമ്മൾ ഈ പൂജ ചെയ്യുന്നത്? ഇത് വിശ്വാസമാണ്, ഭക്തിയാണ്. അതൊന്നുമില്ലാതെ കടമ നിർവഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നത് ദൈവത്തെ അവഹേളിക്കലാണ്. ഞാൻ അതിന് തയ്യാറാവില്ല. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ എനിക്കതിന് മനസ്സില്ല. കുട്ടി, നിന്റെ പറച്ചിൽ കേട്ടാ എനിക്ക് താല്പര്യമുള്ള പോലെ തോന്നുമല്ലോ. എന്റെ നന്ദന, ബ്രോയും കല്യാണി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. അത് മനസ്സിലാക്ക്. നിന്റെ വലിയ മാതൃക അമ്മായിമ്മയല്ലേ, നീ തന്നെ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാകും. അരവിന്ദ് പറയുന്നതൊക്കെ ശരി തന്നെയാ. എനിക്ക് അഖിലാന്റിയോട് പല കാര്യങ്ങളിലും ആരാധന തന്നെയാ. എന്ന് വെച്ച് അത് വിധേയത്വമാണെന്ന് കരുതരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ ആരുടെ മുന്നിലും പറയും. ആ, വെരി ഗുഡ്. അങ്ങനെ വേണം പെണ്ണുങ്ങളായ. അപ്പോഴല്ലേ നീ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ചേർന്ന മരുമകളാവുള്ളൂ. അല്ല, എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വെട്ടൊന്ന് മുറി രണ്ട്. അത് തന്നെയാവണം ഈ സഹധർമ്മയുടെ നയം. കൂൾ. അല്ല, നിന്റെ അമ്മ എന്ന് വിളിച്ചില്ലായിരുന്നോ? അരവിന്ദ്, ഞാൻ ആകെ ഡിസ്റ്റർബ്ഡാ. അഖിലാന്റി എന്തിനാ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത പൂജ എന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? ഞാനത് ചെയ്യില്ല, ചെയ്യില്ല, ചെയ്യില്ല. നന്ദന, ഞാനിത് ചെന്ന് അഖിലാന്റിയോട് പറയാൻ പോവാ. എനിക്കിത് ചെയ്യാൻ പറ്റില്ലെന്ന്. നന്ദന, എന്റെ ദൈവമേ, ഇതിന് കുഴപ്പം. എന്തെങ്കിലൊക്കെ ആവട്ടെ. ഫയലുകൾ പലതും പെൻഡിങ്ങിലാണല്ലോ അഖില. ഇതൊക്കെ സൈൻ ചെയ്ത് അയക്കണ്ടേ? ചെയ്യാം കൃഷ്ണേട്ടാ. മനസ്സൊന്നും നേരെയായി കിട്ടുന്നില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ആന്റി, നീ എന്താ ഇന്ന് കമ്പനി പോകുന്നില്ലേ? ഇല്ല ആന്റി. അരവിന്ദ്, ഫയലുകളൊക്കെ പെൻഡിങ്ങിലാണ്. ഒന്നും ക്രോസ് ചെക്ക് ചെയ്തിട്ടില്ല. അല്ല, അതല്ല അത്. ആന്റി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ ആന്റി. നമ്മുടെ പൂജ, ഞാൻ വീണ്ടും പറയുന്നു, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒരേ ഒരു മരുമകളേ ഉള്ളൂ. അത് നന്ദന തന്നെയാ. അപ്പോ ആനന്ദ് നിന്റെ മകനല്ലേ? കല്യാണിയെ നീ അംഗീകരിക്കില്ലായിരിക്കും, പക്ഷേ ആനന്ദ് നിന്റെ വയറ്റിൽ പിറന്ന മകനല്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ. കണ്ണു കാണാൻ പാടില്ലാത്ത അവനെ രാവും പകലും പൊന്നുപോലെ നോക്കുന്നവളാ കല്യാണി. അവൾ അവന് വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കും. അവന്റെ കണ്ണായി തന്നെയാ അവൾ ജീവിക്കുന്നത്. ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞു മടുത്തില്ലേ കൃഷ്ണേട്ടാ? ഒരിക്കലും മടുക്കില്ല. കാരണം ഇതെന്റെ മകന്റെ പ്രശ്നമാണ്. ഈ അടുത്ത സമയത്ത് പോലും എന്റെ മകന്റെ ഭാര്യ അപമാനിക്കാൻ ഒരു ശ്രമം നടന്നു. തെരുവ് പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ടു പോകുന്നത് പോലെ ഒരു SI കല്യാണിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. അവളെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തന്റെ മകന്റെ ഭാര്യയായി അംഗീകരിച്ചിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ടാ അവരാ ധൈര്യം കാണിച്ചത്. ആനന്ദിനെ കാഴ്ച കിട്ടും വരെ നീ ഉള്ളുകൊണ്ട് കല്യാണി അംഗീകരിച്ചില്ലെങ്കിലും എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയെങ്കിലും അവളെ ആനന്ദിന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കണം. കൃഷ്ണേട്ടാ, കാലം തെറ്റിയ കാറ്റായതുകൊണ്ടാവാം
ഒരു വരൾച്ച ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുളിരൊട്ടുമില്ല. ഈ കാറ്റിന് വേണം സൂക്ഷിക്കാൻ. കുറച്ചു നേരം ഈ കാറ്റ് കൊണ്ടാൽ അസുഖം ഉറപ്പാ. നമുക്ക് അകത്തേക്ക് കയറിയല്ലോ കൃഷ്ണേട്ടാ. പതിനാറാം തീയതിയാ മുംബൈയിൽ കേസ് വെച്ചിരിക്കുന്നത്. 2 അവധി വെച്ചതാ. ഇനിയും കോടതി അവധി കേൾക്കണമെന്നില്ല. ചിലപ്പോ അത് വാറണ്ടാകാനും മതി. അതിന് മുംബൈയിൽ ഗംഗയുണ്ടല്ലോ ശ്രീയേട്ട. അതിന് ഗംഗയുടെ പേരിലല്ലല്ലോ കേസ്. തൽക്കാലം അതോർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട. അഡ്വക്കേറ്റ് തിവാരിയോട് ഞാൻ സംസാരിച്ചോളാം. തൃച്ചംബരത്തുനിന്ന് വിലാസിനെ ആന്റി വിളിച്ചതിന്റെ ത്രില്ലല്ല ഞാൻ. ത്രില്ലടിക്കാൻ മാത്രമുള്ള വിശേഷം എന്താ? ഞങ്ങളും കൂടി ഒന്ന് അറിയട്ടെ. അതെ അങ്കിളെ, തൃച്ചംബരത്ത് ഭൂമി പൂജ നടക്കാൻ പോവാ. മൂത്ത മരുമകളായ കല്യാണി ചെയ്താലേ ഫലം കിട്ടുള്ളൂ എന്ന് ഗുരുജി പറഞ്ഞിട്ട് പോലും അഖില സമ്മതിക്കുന്നില്ല. ഗുരുജിയുടെ വാക്കുകളെ ദൈവവചനങ്ങളായി കരുതുന്ന അഖില ഭൂമി പൂജ ഒരു കാരണവശാലും കല്യാണിയെ കൊണ്ട് ചെയ്യിക്കാൻ തയ്യാറാകില്ല എന്ന് പറഞ്ഞു. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഒറ്റ മരുമകളെ ഉള്ളൂ എന്നും അതാ നന്ദനയാണെന്നും ഭൂമി പൂജ നന്ദന ചെയ്താൽ മതിയെന്നും ഉറച്ച നിലപാടെടുത്തു. അതാണ് ആഢ്യത്വം. ശത്രുവാണെങ്കിലും മികവുകൾ അംഗീകരിച്ചല്ലേ പറ്റൂ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, കല്യാണിയെ ആനന്ദിന്റെ ഭാര്യയായിട്ട് ഒരു കാലത്തും അഖില അംഗീകരിക്കില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? കല്യാണി ആനന്ദിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് രാവും പകലും അഖില ഒരുപോലെ ചിന്തിക്കുന്നു എന്നർത്ഥം. ചിന്തിക്കട്ടെ അങ്കിളെ. എന്തായാലും ശ്രീയേട്ടൻ ഒരു ഭാഗത്തുനിന്ന് കമ്പനി കാര്യങ്ങൾ പൊളിച്ചെടുക്കാൻ തുടങ്ങി. തൃച്ചംബരത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ അഖിലയുടെ നെഞ്ചിൽ വീണ ഈ തീപ്പൊരി കൂടി പടർന്നാളി എരിയട്ടെ. നിന്റെ ആഗ്രഹങ്ങളൊക്കെ നല്ല തന്നെ. പക്ഷേ നീ മറന്നുപോയൊരു കാര്യമുണ്ട്. അഖില മാത്രമേ എതിര് നിൽക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും ആ കല്യാണി പൂജ ചെയ്യുന്നത് അനുകൂലിക്കുന്നവരാണ്. ഇരിക്കൂ. മുത്തശ്ശിന് കുടിക്കാൻ പാലെടുക്കട്ടെ? വേണ്ട, വരും വഴിയിൽ ഇളനീർ കുടിച്ചു. നല്ല ഗൗരീഗാത്രം. എന്താ ഗൗരീഗാത്രം? ഞാൻ പറയാം. ഗൗരീഗാത്രം, അതായത് ശ്രീപാർവതിയുടെ ശരീരത്തിന്റെ വർണ്ണമുള്ള കരിക്ക്. അതിന്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. ഗൗരിയായ സാക്ഷാൽ പാർവതീദേവി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് നേടിയെടുത്തതാണ് ആ നിറം. ഇതിന് പൊരുളറിയാതെ ആളുകൾ ഗൗരീഗാത്രമെന്നൊക്കെ പറയാറുണ്ട്. ഗൗരീഗാത്രമാണ് ശരി. ഇന്ന് മുത്തശ്ശൻ ശാന്തമായ ഭാവത്തിലാണല്ലോ. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് മുത്തച്ഛൻ ഇങ്ങനെ കാണണം. അരവിന്ദ്, എന്താ മുത്തച്ഛ? ആനന്ദിനെ കൂട്ടിക്കൊണ്ടുവരൂ. അവനെ കാണണം എനിക്ക്. നോക്ക്, ഇത് കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മപ്രസാദമാണ്.
ത്രിസന്ധികളിൽ വേണം നെറ്റിയിൽ ചാർത്തുവാൻ. സാക്ഷാൽ ചുടല ഭസ്മമാണ്. അരവിന്ദ്, മുത്തശ്ശൻ എന്നെ പറ്റി വേറൊന്നും പറഞ്ഞില്ലേ? ഇല്ല ബ്രോ, ബ്രോയെ കാണുന്നു മാത്രമേ പറഞ്ഞു. സ്റ്റെപ്പുണ്ട്. ബ്രോ ധ്യാനത്തില. മുത്തശ്ശ കണ്ണു തുറന്നു. ഞാനിപ്പോ വന്നത് നിന്നെ കാണാനാണ്. മുത്തശ്ശ, ഇവിടെ അടുത്തൊരാശ്രമത്തിൽ മഹാഭിഷഗ്വരനും സന്യാസിയുമായ വീരഭദ്രസ്വാമികൾ വന്നെത്തിയിട്ടുണ്ട്. 7 നാളുകൾ അദ്ദേഹം അവിടെ ഉണ്ടാകും. ആയുർവേദ ആചാര്യനാണ്. അമരകോശവും സിദ്ധവൈദ്യവും മാത്രമല്ല, അഷ്ടാംഗഹൃദയവും മനഃപാഠമാണ് അദ്ദേഹത്തിന്. ശുശ്രുതനും ചകോരനുമെല്ലാം ആയുർവേദത്തിന്റെ ആചാര്യന്മാരാണ്. ഇദ്ദേഹവും ആ ഗണത്തിൽപ്പെടുന്നയാളാണ്. നിന്നെക്കുറിച്ച് ഞാൻ സ്വാമികളോട് സംസാരിച്ചു കഴിഞ്ഞു. ഈശ്വര വിചാരങ്ങളോടെ നീ ആശ്രമത്തിലേക്ക് ചെല്ലണം. തമസിൽ നിന്നും ജ്യോതിസിലേക്കും മൃത്യുവിൽ നിന്നും അമരത്വത്തിലേക്കുമുള്ള പ്രയാണത്തിന്റെ ഭാഗമായി ഉടനീളം പ്രാർത്ഥനകളോടെയായിരിക്കും ചികിത്സാവിധികൾ. നാളെ മുതൽ നിനക്കവിടെ ചികിത്സ ആരംഭിക്കും. ശരി മുത്തശ്ശ. മംഗളം ഭവന്തു. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്ക് കടക്കുവാനുള്ള വഴി തുറന്നിരിക്കുന്നു എന്ന് കൂട്ടിക്കൊള്ളുക.